സെവൻത് സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 32 കണക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ കണക്ക്, ചതുരങ്ങൾ വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കുക. 1/2 ഗുണിക്കണം 1/4, 1/3 ഗുണിക്കണം 1/6, 1/5 ഗുണിക്കണം 1/8. നോക്കാം. ചതുരം വരച്ച് ഒരു ഭാഗം 2, 1/2, 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം, ഒരു വശം 4 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം, ഒരു ഭാഗം എന്ന് പറയുന്നത് 4/1. അപ്പം 1/2 1/4 ഗുണിച്ചാൽ ഇതായിരിക്കും ആൻസർ. എത്ര ഭാഗങ്ങളുണ്ട്? 8 ഭാഗങ്ങളുണ്ട്. അപ്പോൾ 1/2 ഗുണിക്കണം 1/4 എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. അതേപോലെ 1/3 ഗുണിക്കണം 1/6, ഒരു വശം 3 ഭാഗമാക്കുക, മറ്റേ വശം 6 ഭാഗങ്ങളാക്കുക. അപ്പം മൊത്തം എത്ര ഭാഗങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. എത്ര കിട്ടും? 3, ഈ വശം 6, 6 18 തുല്യ ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ 1/3 ഗുണിക്കണം 1/6 എന്ന് പറയുന്നത് 1/18. അടുത്തത് 1/5 ഗുണിക്കണം 1/8. അപ്പോൾ ഒരു സൈഡ് 5 ഭാഗങ്ങളാക്കുക, മറ്റേ വശം 8 തുല്യ ഭാഗങ്ങളാക്കുക. അപ്പോൾ മൊത്തം എത്ര തുല്യ ഭാഗങ്ങൾ കിട്ടി? 8 40. അപ്പോൾ 1/5 ഗുണിക്കണം 1/8 എന്ന് പറയുന്നത് 1/40 ആയിരിക്കും. രണ്ടാമത്തെ കണക്ക് നോക്കാം. 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി. അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്? സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലോ. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ചരട്, അതിന് 5 സമഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം എത്രയാ? 1/5. ഒരു കഷ്ണത്തിൻ്റെ പകുതി, അപ്പോൾ 1/5ൻ്റെ പകുതി 1/2. പകുതി എന്ന് പറയുന്നത് 1/2 ആണ്. 1/5 ഗുണിക്കണം 1/2, 1 1 2 5 10. അപ്പോൾ 1/10 മീറ്റർ. 1/10 മീറ്ററിന് എങ്ങനെയാണ് സെൻറ്റിമീറ്ററിലാക്കുക? 1/10 ഗുണിക്കണം 100, അതായത് 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അപ്പോൾ 100നെ 10 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമായിരിക്കും 1/10. അപ്പോൾ ഒരു 100 100/10. 100നെ 10 ഭാഗമാക്കിയാൽ 10 10 10 അങ്ങനെ വരും അല്ലേ? അപ്പോൾ 10. 100നെ 10 കൊണ്ട് ഹരിച്ചാൽ 10. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായയുണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്? മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ. 1 ലിറ്റർ പാല് ഒരേ വലുപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിൽ 1/2. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം, അപ്പോൾ ഒരു കുപ്പിയിൽ 1/2. അതിൻ്റെ 1/4 ഭാഗം, 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4. ഈ 1 ലിറ്റർ പാല് ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചാൽ 1/2 ആണ്. അതിൻ്റെ 1/4 ഭാഗം 1/4 എത്രയാണ്? 1/8. 1/8 ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്. 1/8 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്ററാണ്? 1000 മില്ലി ലിറ്ററാണ് 1 ലിറ്റർ. അപ്പോൾ ഇതിനെ 1000 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. 1000/8, 1000ത്തിന് 8 കൊണ്ട് ഹരിച്ചാൽ 125 കിട്ടുക. അപ്പം 125 മില്ലി ലിറ്റർ ആൻസർ കിട്ടും. ഓക്കെ.